നമ്മുടെ ദൈവത്തിൽ നിന്നും നമ്മുടെ പുത്രനും വീണ്ടെടുപ്പുകാരനുമായിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിന്ന് നമുക്ക് ഏവർക്കും ഹൃദയ സമാധാനവും ഉണ്ടാകാനാകട്ടെ. ഏറ്റവും അധികം അനുഗ്രഹിക്കപ്പെട്ട ഒരു വിശുദ്ധ ദിനത്തിൻ്റെ അതിവിശുദ്ധമാകുന്ന രാത്രി നാമത്തിലാണ് ഇന്ന് നാം ദേവാലയത്തിൽ ആയിരിക്കുക. ക്രിസ്തുമസിന്റെ മഹത്വം ഒരിക്കൽ കൂടെ അനുഭവിച്ചറിയപ്പെടുന്ന അനുഗ്രഹമേറിയ രാത്രി. ദൈവവചനത്തിന്റെ ശക്തി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് സ്വർഗവും ഭൂമിയും ഒന്നായി തീർക്കപ്പെട്ട നിമിഷത്തിന്റെ ഒരു ഓർമ്മ പുതുക്കലിലൂടെ ഈ ക്രിസ്തുമസിനെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. പൊതുവായി ക്രിസ്തുമസ് എന്ന് പറയുന്നത് അത് രണ്ട് തരത്തിന്റെ രണ്ട് തലങ്ങളുടെ പെരുന്നാൾ ആഘോഷമാണ്. ഒന്ന് അത് സന്തോഷത്തിന്റെ ആഘോഷവും മറ്റൊന്ന് സമാധാനത്തിന്റെ ആഘോഷവും. കാരണം ക്രിസ്തു ഭയപരവശരായ ഇടയ്ക്കിലേക്ക് ജനിച്ചു. അവിടെ ഭയപ്പാട് മാറ്റി സന്തോഷത്തിന്റെ ഒരവസ്ഥ അവർക്ക് തുറന്നു കൊടുത്തത് കൊണ്ട് അവരുടെ ഇടയിലേക്ക് സമാധാനത്തിന്റെ സദ്വർത്തമാനം പ്രഘോഷിക്കപ്പെടുകയുണ്ടായി. അതുപോലെ വെളിച്ചം നക്ഷത്രം കണ്ട വിദ്വാൻമാർ നക്ഷത്രത്തെ വീണ്ടും കണ്ടെത്തിയപ്പോൾ അത്യധികം സന്തോഷിച്ച് ആ ക്രിസ്തുവിന്റെ അടുക്കലേക്ക് എത്തിച്ചേർന്ന് ക്രിസ്തുമസിന്റെ ആനന്ദം അവർ അനുഭവിക്കുകയും ചെയ്തു. ക്രിസ്തുമസ് എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന സന്തോഷത്തിന്റെ ദിനം തന്നെയാണ്. ഇന്ന് ദേവാലയത്തിന്റെ ശുശ്രൂഷകൾ ആരംഭിച്ച നിമിഷം മുതൽ നമ്മുടെ കുഞ്ഞുകുട്ടികളുടെ മുഖഭാവം നാം പ്രസംഗിച്ചിരിക്കും. വർണ്ണക്കടലാസുകളിൽ പൊതിയപ്പെട്ട സമ്മാനങ്ങൾ സ്വന്തമാക്കുകയും കൈമാറുകയും ചെയ്യുമ്പോൾ ഒത്തിരിയേറെ പ്രസന്നത, സന്തോഷം അവരുടെ മുഖത്തിൽ തെളിയിക്കണം. നൽകപ്പെട്ട ദൈവത്തിന്റെ വചനം മുന്നിലേക്ക് വന്ന് പറയുമ്പോഴും നിരാശയല്ല അവരുടെ മുഖത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. സന്തോഷം. അവസരങ്ങൾ ലഭ്യമായപ്പോൾ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തി ആ സന്തോഷത്തിന്റെ സമ്പൂർണ്ണമായ സന്തോഷത്തോടുകൂടെ പങ്കുവയ്ക്കുവാനായിട്ട് നമ്മുടെ കുഞ്ഞുമക്കൾക്ക് സാധിച്ചു എന്നതാണ്. വലിയൊരു സന്തോഷത്തിന്റെ ഒരു നിറവിലാണ് ലോകം മുഴുവനുമായിരിക്കുക. ലോകം ഈ സന്തോഷത്തിൽ പങ്കുചേരുന്നു എന്നത് തന്നെയാണ്. അവിടെ ജാതിയും ഇല്ല, മതമില്ല, വർണ്ണവിവേചനമില്ല, ഉയർന്നവനെന്നോ താഴ്ന്നവനോ എന്നില്ല, സമ്പത്തുള്ളവനോ ദരിദ്രനോ എന്ന് ഇല്ല. എല്ലാവരും ഒന്നിച്ച് ആഘോഷിക്കുന്ന ഒരാഘോഷം ഒരു ക്രിസ്തുമസാണ്. എല്ലാവരും ചേർന്ന് നമ്മുടെ ദേശങ്ങളിലേക്ക് നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ എല്ലാ ഭവനങ്ങൾ നക്ഷത്രപടങ്ങൾ തൂക്കിയിട്ടുണ്ട്. അലങ്കാര വസ്തുക്കൾ കൊണ്ട് ഭവനങ്ങളെ ദേശങ്ങളൊക്കെ അലങ്കരിച്ചിട്ടുണ്ട്. എല്ലാവർക്കും സന്തോഷമായി വരുന്ന ഒരു ആഘോഷമാണ്. എല്ലാവരും മുഴുവനായി ഒന്നിച്ച് പങ്കുചേർന്ന ഒരു ആഘോഷമായിട്ട് ക്രിസ്തുമസിനെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഈ ദിനത്തിൽ ഞാൻ ധ്യാനിക്കുവാനായിട്ട് എടുത്തിരിക്കുന്ന വേദഭാഗം എന്നത് ലൂക്കോസുവിശേഷം 2-ാം അധ്യായത്തിന്റെ 13-14 വരെയുള്ള വാക്യങ്ങളാണ്. അവിടെ എനിക്ക് നമുക്ക് വായിക്കാനായിട്ട് ഭയപ്പെടുന്ന സർവ്വജനത്തിനുണ്ടാകുന്ന മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്കറിയാവുന്ന ശീലങ്ങൾ ചുറ്റും പശുത്തൊട്ടിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും എന്ന് പറയും. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു സംഘം ദൂതങ്ങളോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തി അത്യുന്നതങ്ങളിൽ ദൈവത്തിന് നടത്ത് ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് പറയും. ക്രിസ്തുമസ് വ്യത്യസ്തമായ ഫലങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. വ്യത്യസ്തമായ ഫലങ്ങളുണ്ട് ക്രിസ്തുമസ്. ആവതത്തിൽ ഒന്നാമത്തെ ഞായറാഴ്ച മുതലാണ് ക്രിസ്തുമസിന് തുടക്കം. ഏഴാമത്തെ ആഴ്ച മുതൽ തുടങ്ങുന്ന മറ്റൊരു ശുശ്രൂഷയുടെ കരോൾ ശുശ്രൂഷ. ക്രിസ്തുമസ്
സാമൂഹ്യ ക്രിസ്തു ജനനത്തെ പറയപ്പെടുന്ന കലോത്സവം. മറ്റൊരു ക്രിസ്തു എന്ന് പറയുന്നത് സമ്മാനങ്ങൾ കൈമാറുക, മറ്റൊന്ന് കേക്ക് പറിക്കുക, നക്ഷത്ര ദീപങ്ങൾ തെളിയിക്കുക, പുൽക്കൂട് ഒരുക്കുക, അലങ്കാരങ്ങൾ വ്യത്യസ്തമാവുന്ന തരത്തിൽ നടത്തപ്പെടുക എന്ന്. ഇതൊക്കെ ചെയ്യുന്നതിന്റെ അടിസ്ഥാന കാരണമാണ്. എന്റെ അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് ദൈവം തന്റെ പ്രിയപുത്രനെ എനിക്ക് വേണ്ടി എന്നിലേക്ക്, എന്റെ ജീവിതത്തിലേക്ക് അയച്ചു എന്നതാണ് ഇതിന്റെ ഈ സന്തോഷത്തിന്റെ ഏക അടിസ്ഥാനം എന്നതാണ്. നമ്മിലേക്ക് അയച്ചു, നമ്മുടെ കുടുംബത്തിലേക്ക് അയച്ചു, എന്നിലേക്ക് അയച്ചു, നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലേക്ക് കർത്താവായ ക്രിസ്തു തന്റെ പ്രിയപുത്രനെ അയച്ചു എന്നതിന്റെ അടിസ്ഥാനം ഉൾപ്പെടുത്തി കെട്ടിച്ചാണ് ഈ വ്യത്യസ്തമായ തലങ്ങൾ നാം ക്രിസ്തുമസ് ആഘോഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് കരോൾ നടത്തപ്പെടുന്നത്? ഒരു ചില ചോദ്യങ്ങൾ ചോദിച്ച് ഞാൻ പ്രവേശിക്കും. എന്തുകൊണ്ടാണ് നാം കരോൾ നടത്തപ്പെടുന്നത്? ക്രിസ്തു ജനനം എന്നത് ആദ്യം പങ്കുവച്ചതിന്റെ ആദ്യ ശുശ്രൂഷയിൽ കൂടി ഇവിടെ വായിച്ചു കേട്ടു. സ്വർഗത്തിലെ സംഘം, സ്വർഗീയ സംഘം ദൂതന്മാരോട് ചേർന്ന് ഇങ്ങനെ ആർക്കുമാണെങ്കിലാണ് അത്യുന്നതമായ ദൈവത്തിന്റെ ഭാഗത്ത് ഭൂമിയിൽ ദൈവപ്രസാദ മനുഷ്യർക്ക് സമാധാനം. ഇത് ആരോടാണ് പങ്കുവെക്കുന്നത്? ഇത് ഇടയന്മാരുടെ സന്തോഷം ഞാൻ സുവിശേഷിക്കുന്നു. കർത്താവ് ക്രിസ്തുവിന്റെ രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ മഠത്തിൽ നിങ്ങൾക്ക് ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്കറിയാവുന്ന പശുത്തൊട്ടിൽ ഒരു ശിശുവിനെ നിങ്ങൾ കാണും. അപ്പോൾ ഈ സ്വർഗീയ സംഘം ദൂതന്മാരോട് ചേർന്ന് ഈ ഒരു ഗാനം ആരംഭിക്കുന്നതിന് മുമ്പേ ഇത് പങ്കുവയ്ക്കുന്നത്, ഈ സന്ദർഭങ്ങൾ പങ്കുവയ്ക്കുന്നത് ഇടയന്മാരാണ്. ഇടയന്മാർ എന്ന് പറയുമ്പോൾ സമൂഹത്ത് ഒറ്റപ്പെട്ട് ജീവിക്കുന്നവരാണ്, പാർശ്വവൽക്കരിക്കപ്പെട്ട് ജീവിക്കുന്നവരാണ് ഇടയൻ. ഒരു ഇടയന്മാർ ഒരു സമൂഹത്തിന് ഓരോരുത്തർ ജീവിക്കുമ്പോൾ അവിടെ ഇടയൻ പോയി പറയും, ആ സന്ദർഭമാണ് ഇന്ന് നാം എല്ലാവരും ദേശത്തോട് പ്രവഹിക്കുക. അതാണ് കരോത്സവം. ഞാൻ അനുഭവിക്കുന്ന എന്നോട് കൂടെ പങ്കുവച്ച സന്ദർഭമാണ് അത്യുന്നത ദൈവത്തിന് മഹത്വം എന്ന്, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യന് സമാധാനം എന്ന് എന്നോട് പങ്കുവച്ച സന്ദർഭമാണ്. അത് പങ്കുവച്ചത് സ്വർഗീയ സംഘമാണ്, ദൂതന്മാർ. അപ്പൊ ഈ ദൂതന്മാർ പങ്കുവച്ച ഈ സന്ദർഭമാണ് ഞാൻ ലോകത്തോടുകൂടെ പങ്കുവെക്കുക എന്നത് എന്റെ ഉത്തരവാദിത്വം, നമ്മുടെ എല്ലാവരുടെ ഉത്തരവാദിത്വം. ഈ ഉത്തരവാദിത്വം ആണ് കരോളിന്റെ കൂടെ നാം പ്രകടനം. അപ്പൊ എന്തുകൊണ്ട് കരോൾ നടന്നു ശ്രമിക്കുമ്പോൾ ഗാനാലാപനത്തിലൂടെ ക്രിസ്തു ജനനത്തെ ലോകമെമ്പാടും അറിയിക്കുക എന്നതാണ്. അപ്പൊ എന്തുകൊണ്ടാണ് നാം സമ്മാനങ്ങൾ കൈമാറുക? അതുപോലെ കുഞ്ഞു കുട്ടികൾക്ക് സമ്മാനം കൈമാറുക. അവല്ലാതെ ഈ ക്രിസ്തുമസ് നാളുകൾ പലതരത്തിലുള്ള സമ്മാനങ്ങൾ, വസ്ത്രങ്ങൾ, കേക്ക്, ക്രിസ്മസ് കാർഡ്, അങ്ങനെ പലതരത്തിലുള്ള സമ്മാനങ്ങൾ നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ കൈമാറിയിട്ടുണ്ട്, ഇനിയും കൈമാറാനായിട്ടുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് സമ്മാനങ്ങൾ കൈമാറുക? അതിന്റെ അർത്ഥം കർത്താവായ ദൈവം തന്റെ പ്രിയപുത്രനെ ലോകത്തിൽ നൽകിയത് ഒരു സമ്മാനമായിട്ട്, വിലപ്പെടുത്തിയിട്ടല്ല, വില നൽകിയിട്ടല്ല തന്റെ പ്രിയപ്പെട്ടവർക്ക് നൽകിയത്. എന്നെ വിലക്ക് വാങ്ങിയിട്ടല്ല കർത്താവായ ദൈവം തന്റെ പ്രിയപ്പെട്ടവർക്ക് സമ്മാനങ്ങൾ സൗജന്യമായി നൽകിയത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളൊക്കെ സമ്മാനങ്ങൾ പരസ്പരം ഈ ക്രിസ്തുമസ് നാളുകൾ പലപ്പോഴും ഈ സമ്മാനം കൈമാറുന്നതിന്റെ അർത്ഥം നമുക്കറിയില്ല. ഈ സമ്മാനങ്ങൾ കൈമാറുന്ന അർത്ഥത്തിലാണ് കർത്താവായ ദൈവം തന്റെ പ്രിയപുത്രനെ എനിക്ക് നൽകിയത് സൗജന്യമായി, സമ്മാനമായിട്ട് നൽകി. അതുകൊണ്ടാണ് പരസ്പരം സമ്മാനങ്ങൾ കൈമാറുക. എന്തുകൊണ്ടാണ് ക്രിസ്തുമസ് ട്രീ ഒരുക്കുക? ക്രിസ്മസ് ട്രീ എല്ലാ ഭവനങ്ങളിലും കണ്ട്, വർണ്ണക്കടലാസുകൾ കണ്ട്, വർണ്ണസമ്പന്നമായ ലൈറ്റുകൾ കണ്ട് നമ്മൾ ക്രിസ്മസ് ട്രീ എടുക്കാറ്. എന്തുകൊണ്ടാണ് ക്രിസ്മസ് ട്രീ നാം എടുക്കാറ്? നഷ്ടപ്പെട്ടു പോയ പരദീസയുടെ അനുഭവം ക്രിസ്തുവിൽ കൂടെ എനിക്ക് സ്വന്തമായി ലഭിച്ചു എന്നതിന്റെ ഓർമ്മപ്പെടുത്തലാണ് ക്രിസ്മസ് ട്രീ ഒരുക്കുന്നതിലൂടെ അർത്ഥമാക്കുന്നത്. അനുഭവം നമുക്കറിയാം. ആ ഒരു അനുഭവം എന്ന് പറയുന്നത് സന്തോഷത്തിൽ ക്രിസ്തുമസിന്റെ ആനന്ദവുമായി ബന്ധപ്പെട്ട് നമുക്ക് പരിശോധിക്കുമ്പോൾ അവിടെ ഒരു സന്തോഷത്തിന്റെ നിറവുണ്ടാകും, ഒരു
അലങ്കരിക്കുന്നതിൽ കൂടെ അർത്ഥമാകും. അപ്പൊ എന്തുകൊണ്ടാണ് ക്രിസ്മസ് കേക്ക് മുറിക്കുന്നത്, അത് ഉണ്ടാക്കുന്നത്, ഭക്ഷിക്കുകയും ചെയ്യുന്നത്? ക്രിസ്മസ് കേക്ക് നമുക്കറിയാം, എല്ലാ വർഷവും ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണമാണ് ക്രിസ്മസ് കേക്ക്. അത് ഷുഗർ ഉണ്ടായിരുന്നാൽ എന്തെങ്കിലുമൊക്കെ മനുഷ്യൻ കഴിക്കാം. ചായയിൽ പഞ്ചസാര ഇട്ടില്ലെങ്കിലും കേക്ക് ഒരു ചായ പഞ്ചസാര ചായ കുടിക്കും. കേക്കൊക്കെ സ്വാഭാവികമായി എല്ലാവരും കഴിക്കാം. പക്ഷെ കൊടുത്തവരില്ല. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ക്രിസ്മസ് കേക്ക് ഉണ്ടാക്കുന്നത്? അതിനർത്ഥം കൈപ്പേറിയ ജീവിതത്തിൽ നിന്നും മാധുര്യമുള്ള ഒരു ജീവിത അനുഭവത്തിലേക്ക് കർത്താവ് ക്രിസ്തുവിൽ കൂടെ ഇത് നടത്തിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു അനുഭവം എങ്ങനെ ഉണ്ടാകുവാൻ വേണ്ടിയിട്ടാണ്, ഈ ഒരു അനുഭവം എങ്ങനെ ഉണ്ടാകുമെന്നാണ് നമ്മളെല്ലാവരും ക്രിസ്മസ് കേക്ക് ഉണ്ടാക്കുകയും അത് പരസ്പരം പങ്കുവയ്ക്കുകയും ഭക്ഷിക്കുകയും ചെയ്യുന്നത്. കർത്താവായ ദൈവം ഇസ്രായേലിനൊക്കെ തിരഞ്ഞെടുത്തത് കനാൻ ദേശത്തിലേക്ക് അവരെ നയിക്കുന്നത്. ഈ കനാൻ ദേശത്തേക്ക് അവരെ നയിക്കുമ്പോൾ പാലും തേനും ഒഴുകുന്ന ദേശം, ഈ കനാൻ ദേശത്തിൽ ഇസ്രായേൽ ജനത്തെ കർത്താവായ ദൈവം നയിച്ചു. അപ്പൊ ഈ പാലും തേനും ഒഴുകുന്ന ഒരു ദേശം എനിക്ക് കിട്ടാൻ, ഈ പുതിയ കാലഘട്ടത്തിൽ നമുക്ക് കിട്ടുവാനായിട്ട് എനിക്ക് നൽകിയ ഒരു ഇടയിലാണ് കർത്താവ് ക്രിസ്തു. ക്രിസ്തുവിന്റെ വരവ് എന്നെ ഒരു മാധുര്യം ഉണ്ടാക്കുവാനായിട്ട്, മധുരമേറുന്ന അനുഭവം ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്രിസ്തുമസ് കേക്കുകൾ പരസ്പരം കൈമാറുകയും ഭക്ഷിക്കുകയും ഉണ്ടാക്കുകയും ഭാവിച്ചത്. എന്തുകൊണ്ടാണ് നക്ഷത്ര വിളക്കുകൾ, ദീപാലങ്കാരങ്ങൾ ഒക്കെ യോഹന്നാൻ സുവിശേഷം 1-ാമത്തെ ഇങ്ങനെ പറയുന്നത്, ഏത് മനുഷ്യനെ പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിൽ ക്രിസ്തുവിനെ യോഹന്നാൻ ഒന്നിച്ചിരിക്കുന്നത് വെളിച്ചത്തോടെ. ഈ വെളിച്ചം ലോകത്തിലേക്ക് വന്നു. എന്തിലേക്ക് അങ്ങനെയൊക്കെ. അപ്പൊ എങ്ങനെയൊക്കെ വന്ന ഈ വെളിച്ചം എന്നെ മാത്രം അറിയാൻ നിർത്തിയല്ല, എന്നെ മാത്രം അറിയിങ്ങനെ ചുറ്റുപാട്ടിൽ നിർത്തിയല്ല. ഈ വെളിച്ചം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക. അതിനു വേണ്ടിയിട്ടാണ് ദീപ അലങ്കാരങ്ങൾ നാം ഇടുന്നത്. അതിനൊരു മറ്റൊരു അർത്ഥം കൂടെയുണ്ട്. ജീവിതത്തിലെ അന്ധകാരം മാറ്റി ശോഭയേറിയ അനുഭവം എന്നെ പകർന്നു നൽകുന്നതാണ് വെളിച്ചം. ക്രിസ്തു എന്നിലെ അന്ധകാരം മാറ്റുവാൻ വന്നു, എന്നെ ശോഭയേറിയ അനുഭവം നൽകി. ആ ശോഭയേറിയ അനുഭവം ഞാൻ പ്രകടിപ്പിക്കുന്നത് ദീപാലങ്കാരങ്ങളിലൂടെ. അതുകൊണ്ടാണ് ക്രിസ്തുമസ് നാം എല്ലാ ഭവനങ്ങളിലും സഭകളിലും ദേശങ്ങളൊക്കെ ദീപങ്ങൾ കൊണ്ട് അലങ്കരിക്കപ്പെടുന്നത്. എന്തുകൊണ്ടാണ് ക്രിസ്തുമസ് ഒരു മാസം നീണ്ടു നിൽക്കുന്ന ആഘോഷമായി തീരുക? ക്രൈസ്തവ വിശ്വാസത്തിൽ ഏകദേശം ഒരു മാസത്തോളം നീണ്ടു നിൽക്കുന്ന മറ്റൊരു ആഘോഷമില്ല. അത് ഒരു ആഘോഷമേ ഉള്ളൂ, അത് ക്രിസ്തുമസ്. കാരണം നാമകരണത്തിൽ 1-ാമത്തെ ഞായർ ആഘോഷങ്ങൾക്ക് പുറത്തുപെടുക. 1-ാമത്തെ ദിവസം മുതൽ നക്ഷത്രങ്ങളിൽ കരൾ ശുശ്രൂഷകൾ ആരംഭിക്കുന്നുണ്ട്. ആഘോഷങ്ങൾക്ക് തിരി തെളിക്കുന്നത് ആഗമനത്തിന്റെ 1-ാമത്തെ ദിവസം. എന്തുകൊണ്ടാണ് ഒരു മാസം നീണ്ടു നിൽക്കുക? ഫിലിപ്പിയ ലേഖനത്തിന്റെ 2-ാമത്തെ 6-7 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ദൈവം മനുഷ്യനായി ലോകത്തിൽ വന്നു എന്നതാണ്. ദൈവം മനുഷ്യനായി ലോകത്തിൽ വന്നു എന്നതാണ് മറ്റൊരു അർത്ഥമുണ്ട്. തലത്തോട്ടാട്ടി മനുഷ്യനാക്കി എന്നൊക്കെ പറയുമ്പോൾ ദൈവം ലോകത്തിലേക്ക് വന്നു എന്നത് ഇവിടെ കുറെ ചോദ്യങ്ങൾ നാം ചോദിച്ചു. യഥാർത്ഥത്തിൽ ഏതാണ് ക്രിസ്തുമസ്? യഥാർത്ഥത്തിൽ ഞാനൊക്കെ ആഘോഷിക്കുന്നത് യഥാർത്ഥ ക്രിസ്മസ് ആണ്, അർത്ഥതലങ്ങളുടെ ക്രിസ്മസ് ആണ്, ശരിയായ അർത്ഥങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുള്ള ക്രിസ്മസ് ആണോ നാം ആഘോഷിക്കുന്നതെന്ന് നാം അപ്പോൾ ചോദിക്കാം. എന്താണ് യഥാർത്ഥത്തിലുള്ള ക്രിസ്തുമസ്? ക്രിസ്തുമസ് നൽകുന്ന സന്ദേശം എന്താണ്? ഞാൻ ആദ്യം പറയുന്നത്, ക്രിസ്തുമസ് നമുക്ക് നൽകുന്ന സന്ദേശം സന്തോഷവും ഈ രണ്ട് സമാധാനവും സന്തോഷമൊക്കെയാണ് ക്രിസ്തുമസ് നമുക്ക് നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത്. ദൈവത്തിന്റെ മകനായി ജീവിക്കുവാൻ ദൈവം ഏതേ തോട്ടത്തിൽ മനുഷ്യനെ നിയമിച്ചു. അറിയാം, ഒരു ദിവസത്തിന്റെ ആരംഭത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ദൈവത്തിന്റെ മകനായിട്ടാണ് ആദാമിനെ ദൈവം സൃഷ്ടിക്കുക. ദൈവത്തിന്റെ മകനായിട്ട്, അതിനുശേഷം അവനെ സൃഷ്ടിക്കുക. ദൈവത്തിന്റെ മകനായി സൃഷ്ടിച്ച് ദൈവത്തിന്റെ മകനായി ജീവിക്കുവാൻ ഈ ആദാമിനെ
ദൈവം ഏതൊരു തോട്ടത്തിലേക്ക് കൊണ്ടുചെന്ന് ഒട്ടിയതുകൊണ്ട് ആക്കിയാണ്. പിന്നെ അവരോട് തുണയായിരിക്കുവാൻ ഒരു സ്ത്രീ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ സ്ത്രീ ഉണ്ടാക്കി കൊടുത്ത് രണ്ടുപേരും സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ട്. ഇടയ്ക്ക് ഒരു പൈശാചികൻ കടന്നു വന്ന് സ്ത്രീയെ ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യുക, സ്ത്രീയെ ഒന്ന് വലയത്തിനുള്ളിലാക്കി, പുരുഷനല്ല സ്ത്രീയെ. സ്ത്രീയെ വലയത്തിനുള്ളിലാക്കി സ്ത്രീയെ പ്രലോഭിപ്പിച്ച് പാപത്തിന്റെ അവസ്ഥ സ്ത്രീയെ കൊണ്ടിട്ടു. സ്ത്രീ എന്ത് ചെയ്തു? സ്ത്രീ പാപത്തിന്റെ അവസ്ഥയിൽ തന്റെ കൂടെയുള്ളവരെ കൊണ്ടുവന്ന് വിചാരിച്ചു. കൂടെയുള്ളവരെ വിചാരിച്ചു എന്ന് മാത്രമല്ല, എല്ലാവരെയും കൊണ്ട് അതിലേക്ക് ഇട്ടു, തലമുറകളെ കൊണ്ട് അതിലേക്ക് ഇട്ടു. ഒരു പൈശാചിക ശക്തി ഏതൊരു ഉള്ളിലേക്ക് കടന്നു വന്നോ ആ ഏതൊരു സന്തോഷവും സ്നേഹവും സമാധാനവും നശിപ്പിക്കുന്നവരുടെ തലത്തിൽ ഇടപെട്ട് സ്ത്രീയെ നശീകരിച്ച് പ്രലോഭനത്തിന്റെ ചിന്ത സ്ത്രീയുടെ മനസ്സിലേക്ക് അടിച്ചുവെട്ടി പാപത്തിന്റെ വഴിത്താരങ്ങളുടെ സ്ത്രീയെ കൈപിടിച്ചു നടത്തി ചെയ്യാൻ കാണില്ലാത്തത് ചെയ്ത് ചെയ്യിപ്പിച്ച് ദൈവതേജസ് നഷ്ടപ്പെട്ടു. ഇത് പൈശാചിക ചെയ്ത കാര്യം. സ്ത്രീ ദൈവതേജസ് നഷ്ടമായി കഴിഞ്ഞു. ഭക്ഷിച്ച് ആദ്യം പാപത്തിന്റെ അവസ്ഥയിൽ വീഴും. തുടർന്ന് സ്ത്രീ പൈശാചിക മാറിയിട്ടുള്ള സ്ത്രീ നേരെ തന്റെ പ്രിയപ്പെട്ടവരെ വിളിച്ചിട്ട് തന്റെ ഭാര്യ കൊടുത്തത് എഴുന്ന ഭക്ഷിച്ച് ഭർത്താവിനെ പോലെ പാപത്തിലേക്ക് വഴിച്ചു. രണ്ടുപേരും പാപത്തിലേക്ക് പോയി. ദൈവത്തിന്റെ ജനമായി ദൈവത്തിന്റെ മകനായി ജീവിക്കുവാനായി ദൈവം തെരഞ്ഞെടുക്കപ്പെട്ട മനുഷ്യൻ ഏറെ തോട്ടത്തിൽ പാപത്തിന്റെ തലങ്ങളിലേക്ക് വഴി വീഴുമ്പോൾ സംഭവിക്കും. വഴി വീഴുമ്പോൾ ലോകം മുഴുവൻ പാപത്തിലായി. ഞാൻ പറയുന്നതുപോലെ ആദാമും ഹവ്വയും മാത്രമല്ല പാപം ചെയ്തത്. ഹവ്വ പാപം ചെയ്ത് ഭർത്താവിനെ കൊണ്ടുവന്ന ഒരു വലിയ സമൂഹത്തെ അതിലേക്ക് ആ ഒരു കാര്യത്തിലേക്ക് കൊണ്ട് തള്ളിയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും പാപം ചെയ്ത് എല്ലാവരും പാപത്തിലേക്ക് ദൈവത്തെ നഷ്ടമാക്കി, ദൈവ സ്നേഹം നഷ്ടമാക്കി, ദൈവത്തോടെ സഹായം നഷ്ടമായി, ദൈവത്തോടെ സന്തോഷം നഷ്ടമായി, ഏകത്വത്തിന്റെ ആനുകൂല്യങ്ങൾ നഷ്ടമായി, എല്ലാം നഷ്ടമായി. പുറത്താക്കാം. നൂറ്റാണ്ടുകൾക്ക് ശേഷം പാപത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കുവാൻ ദൈവം തന്റെ ദൈവത്തെ അയച്ചു. നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ദൈവത്തോട് ജീവിക്കുവാൻ, ദൈവത്തിന്റെ മകനായി ജീവിക്കുവാൻ പരിഗണിക്കപ്പെട്ടവൻ ആ പാപത്തിന്റെ അവസ്ഥയിലേക്ക് വഴുതി വീഴുമ്പോൾ ആ പാപത്തിൽ നിന്നും വീണ്ടെടുക്കുവാൻ, എന്നെ നമ്മെ വീണ്ടെടുക്കുവാനായിട്ട് ദൈവം തന്റെ പ്രിയപുത്രനെ ലോകത്തിലേക്ക് അയച്ചു. ആ പ്രിയപുത്രന്റെ വരവ് ആഘോഷിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ക്രിസ്തുമസ് എന്ന് പറയുന്നത്. അതിനായിട്ടാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മുൻപ് കുറച്ചൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യും. ക്രിസ്തുവിന്റെ വരവ് ആഘോഷപൂർണ്ണമാക്കി തീർക്കുന്ന ഈ നാളുകൾ അത് ക്രിസ്തുമസിന്റെ നാളുകളായിട്ട്, ഒരു സന്തോഷത്തിന്റെ നാളുകളായിട്ട്, ഒരു തിരുപ്പിറവിയുടെ നാളുകളായിട്ട് ഇപ്പോൾ നമുക്ക് അനുഭവിച്ചറിയുവാൻ കഴിയും. അതിന് യഥാർത്ഥത്തിൽ ക്രിസ്തുമസ് എന്ന് നമുക്ക് വിളിക്കുവാനായിട്ട് സാധിക്കും. ദൈവിക പദ്ധതി ഒരു തോട്ടത്തിൽ പൂർത്തീകരിക്കുവാനാവാതെ പോകുമ്പോൾ അതേ ദൈവിക പദ്ധതി പൂർത്തീകരിക്കുവാൻ ബെത്ലഹേം എന്ന തോട്ടത്തിൽ മറ്റൊരു മനുഷ്യപുത്രന്റെ വരവിന്റെ ആഘോഷമാണ് ക്രിസ്മസ്. പറയാം, ദൈവിക പദ്ധതി ഒരു തോട്ടത്തിൽ പൂർത്തീകരിക്കാതെ പോകും. ഒരു തോട്ടത്തിൽ പൂർത്തീകരിക്കാതെ പോയ ദൈവികമാവുന്ന പദ്ധതി അത് മറ്റൊരു തോട്ടം പൂർത്തീകരിക്കാതെ പോകുന്ന ദൈവിക പദ്ധതി എവിടെയാണ്? ഏതൊക്കെ അത് മറ്റൊരു തോട്ടത്തിൽ പൂർത്തീകരിക്കപ്പെടും. ദാവീദിന്റെ ഭക്ഷണമായ ബെത്ലഹേം. പൂർത്തീകരിക്കാതെ പോയ ദൈവിക പദ്ധതി പൂർത്തീകരിക്കുവാനായിട്ട് ബെത്ലഹേം എന്ന തോട്ടത്തിൽ മറ്റൊരു മനുഷ്യപുത്രനെ, ഏതൊരു തോട്ടത്തിൽ ഒരു മനുഷ്യപുത്രനെ അയച്ചു. ആദ്യത്തെ മനുഷ്യപുത്രൻ ദൈവത്തിന്റെ മകനാണ്, ദൈവത്തിന് സൃഷ്ടിച്ച ദൈവത്തിന്റെ മകൻ. അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. മനുഷ്യൻ പാപത്തിൽ വീണം, എല്ലാം നഷ്ടമാക്കി, ഒറ്റപ്പെട്ട് പുറത്തായി എല്ലാം ചെയ്യും. എന്നാൽ ദൈവിക പദ്ധതി നമ്മെ പൂർത്തീകരിക്കുവാനാണ് മറ്റൊരു തോട്ടം ദൈവം തിരഞ്ഞെടുക്കേണ്ടത് ബെത്ലഹേം എന്ന തോട്ടം. ഈ ബെത്ലഹേം എന്ന തോട്ടത്തിൽ മറ്റൊരു മനുഷ്യപുത്രനെ ദൈവം അയച്ച് ആ മനുഷ്യപുത്രന്റെ വരവിൽ
ഇന്ന് ഞാൻ നിങ്ങൾ അനുഭവിക്കുന്ന ക്രിസ്തുമസ് എന്ന് നാം തിരിച്ചറിയും. അതുകൊണ്ടാണ് ബത്ലഹേമിലെ കാലത്തൊഴുക്ക് ആ ഒരു കുഞ്ഞ് ജനിച്ചപ്പോൾ സ്വർഗീയ സൈന്യം ദൂതന്മാരോട് ചേർന്ന് ഇങ്ങനെ പാടിയത്, അത്യുന്നതങ്ങളെ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദ വർഷം സമാധാനം. ഒത്തിരിയേറെ കാലങ്ങൾ കൊണ്ട് പ്രതീക്ഷയോടുകൂടെ കാത്തിരുന്ന ആ ഒരു ജനത്തിനോട് പറയുന്നത് ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ജീവിക്കുന്നവർക്കൊക്കെ സമാധാനം, ദൈവപ്രസാദമുള്ള വർഷമൊക്കെ സമാധാനം എന്ന് പറയുവാനും പ്രഘോഷിക്കുവാനും കാരണം പൂർത്തീകരിക്കാൻ കഴിയാത്തതിനെ പൂർത്തീകരിക്കപ്പെടുവാനായിട്ട് തോട്ടത്തിൽ തന്റെ പ്രിയപ്പെട്ട അയച്ച ആ സന്തോഷത്തിന്റെ നിറമായിട്ട് ഒരിക്കൽ കൂടെ ഈ ക്രിസ്തുമസ് അനുഭവിച്ചറിയേണ്ടതായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ക്രിസ്തുമസ് എന്ന് പറയുന്നത് വെളിച്ചമാക്കിയേണ്ട കാലഘട്ടമാണ്. വെളിച്ചം പകർന്നു കൊടുക്കുന്ന, നക്ഷത്രമായി തീരേണ്ട, ദീപമായി തീരേണ്ട ഒരു കാലഘട്ടമാണ് പ്രിയമുള്ളവരെ ക്രിസ്തുമസ്. വെളിച്ചം പകർന്ന് വേറൊക്കെ പഠിക്കുമ്പോൾ വെളിച്ചം പകർന്നത് ഒത്തിരിയേറെ മനുഷ്യന്മാരെ നമുക്ക് കാണുവാനായിട്ട് രാജാക്കന്മാരുടെ വായിക്കുമ്പോൾ രണ്ട് പ്രവാചകന്മാർ നമുക്കറിയാം, ഏലിയാവും യേശു. ഏലിയാവ് തന്റെ കാലഘട്ടത്തെ പൂർത്തീകരിച്ച്, തന്റെ ഭക്തിയെല്ലാം പൂർത്തീകരിച്ച് തന്റെ ജീവിതത്തിന്റെ അവസാന കാലഘട്ടത്തിലെത്തി. ഏലിയാവിനെ ദൈവം അയക്കുക നക്ഷത്രത്തിന്റെ അടുക്കലേക്ക്, എലീശയുടെ അടുക്കലേക്ക്. ഏലിയാവ് അനുഭവിച്ചതായ ഒരു വെളിച്ചമുണ്ട്, ഒരു നക്ഷത്രമുണ്ട്. ഏലിയാവിന്റെ നക്ഷത്രമുണ്ട്, ഒരു വെളിച്ചമുണ്ട്. ഈ നക്ഷത്രം, ഈ വെളിച്ചം ഏലിയാവ് പകർന്നു കൊടുക്കുന്ന എലീശയ്ക്ക് പകർന്നു കൊടുത്തിട്ട് ഏലിയാവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. എലീശ ആ പകർന്നു കിട്ടിയതായ വെളിച്ചവുമായി ലോകത്തിലേക്ക് യാത്ര ചെയ്തു. ഏത് പുസ്തകത്തിൽ ഈ പറയുന്ന നക്ഷത്രം വെളിച്ചം പകർന്നു കൊടുത്ത ഒത്തിരിയേറെ മനുഷ്യരെ പ്രധാനമായി ഏലിയാവ് എലീശ എന്ന് പറയുന്ന ബന്ധം അവിടെ ചെയ്യുന്നു. ഏലിയാവ് പകർന്നു കൊടുക്കുകയാണ് ചെയ്തത്. തന്റെ വെളിച്ചം അത് മറ്റുള്ളവർക്ക് വേണ്ടി പകർന്നു കൊടുക്കുകയും ചെയ്തു. അതുപോലെ പുതിയ നിയമം വായിക്കുമ്പോൾ പുതിയ നിയമത്തിൽ വെളിച്ചം പകർന്നു കൊടുത്ത ഒരു മനുഷ്യനുണ്ടാകുവാൻ ഒരു ഗുണയില്ല. പല സമയക്കാരെന്ന് പറയുന്നുണ്ട്, ഒരുവൻ വഴിയരികിൽ കിടക്കുകയാണ്, അവൻ അർത്ഥപ്രാണനായി കിടക്കുന്നുണ്ട്, മകനാണ്, അവന്റെ കയ്യിലുള്ളതെല്ലാം അപകരിച്ചു പോയി, പോകാൻ പോലും കഴിയില്ല. എല്ലാവരും അവനെ വന്നുകൊണ്ട് നോക്കാതെയൊക്കെ അവൻ അകന്നു പോവുകയാണ്. വരുന്നുണ്ട്, വെയിലിന് വരുന്നുണ്ട്. അവരൊക്കെ പണി ജോലി തിരക്കില്ല, മനുഷ്യനെ വിട്ടേച്ച് ഓടി പോവുകയാണ്, മടങ്ങി പോവുകയാണ്, തിരിച്ചു പോവുകയാണ്. അവിടെ ഒരു ശബരിക്കാരൻ വരികയാണ്. ഈ ശബരിക്കാരൻ ചെയ്യുന്ന പ്രവൃത്തിയാണ് വെളിച്ചം പകർന്നു കൊടുക്കുന്ന പ്രവൃത്തി. ഈ ശബരിക്കാരൻ ചെയ്യുന്ന പ്രവൃത്തിയാണ് അവൻ തന്റെ വാഹനം വിട്ട് താഴേക്ക് ഇറങ്ങി വന്നു. ദൈവം എന്ന് പറയപ്പെടുന്ന ആ ഒരു വെളിച്ചം ലോകത്തിലേക്ക് വന്നത് എങ്ങനെയാണ്? സ്വർഗീയമാകുന്ന സൗഭാഗ്യം വഴിക്ക് അവരൊന്നും താഴേക്ക് വന്നു. ഈ ശബരിക്കാരൻ ചെയ്ത് നോക്കൂ, അവൻ വാഹനം ഉപേക്ഷിച്ച് യാത്ര അവിടെ അവസാനിപ്പിച്ച് അവൻ ഭൂമിയിലെ താഴെക്കിടയിലേക്ക് തുടങ്ങിയോ. എന്നിട്ട് ഈ മനുഷ്യന്റെ അടുക്കിലേക്ക് പോയി. ഈ മനുഷ്യനൊന്ന് വാരിക്കുന്നു. ഈ മനുഷ്യന്റെ മുഴുവൻ ഒന്ന് തുടച്ചെടുത്തു. രക്തം ചടങ്ങുള്ള ആ ഒരു ശരീരത്തെ രക്തം കൊണ്ട് തുടച്ചു മാറ്റി. തന്റെ കയ്യിൽ തനിക്ക് വേണ്ടി മാത്രം മാറ്റി വെച്ചിരുന്ന ആ ഒരു തൈലം അവരുടെ ശരീരത്തിലേക്ക് പുരട്ടി കൊടുത്തു. ശേഷം ചെയ്ത പ്രവൃത്തി ഏത് വാഹനത്തിലാണ് അവൻ വന്നത് അതേ വാഹനത്തിൽ കയറ്റി നടത്തുകയാണ്. പ്രിയപ്പെട്ട ലോകത്തിലെ കേസ് സ്വർഗത്തിൽ വെച്ചാണ്, ഭൂമിയിലെ സ്വർഗത്തിൽ വെച്ചാണ്. അപ്പൊ ഈ ഭൂമിയിൽ വന്ന ക്രിസ്തു ഭൂമിയിലാണ് എന്നെ സ്വർഗത്തിലേക്ക് ക്രൂശിൽ കൂടെ എടുത്തുകൊണ്ട് പോയതാണ്. അതാണ് കാണുവാൻ ഈ മനുഷ്യൻ കാണുവാൻ നമ്മൾ ഭൂമിയിൽ നിന്ന് ഈ മനുഷ്യൻ താങ്ങിയെടുത്ത് തന്റെ വാഹനത്തിൽ കിടത്തി അവനെ വഴിയമ്പലത്തിൽ കൊണ്ടുപോയി അവനെ പരിചരിച്ചു. അധികം ചെലവിട്ടാതെ തിരിച്ചു വരുമ്പോൾ തന്നുകൊള്ളാമെന്ന് പറയും. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആ മനുഷ്യൻ അതേ ജീവിതത്തിലേക്ക് മടങ്ങി പോവുകയും ചെയ്യും. യഥാർത്ഥത്തിൽ ദൈവമേ ആരാണ് വെളിച്ചം തുറന്നു കൊടുത്തത്? അവിടെ ദ്രൗപദ അവരല്ല, സാധാരണ മനുഷ്യനാണ്. മതം എന്താണെന്ന് അറിയാത്തവനാണ്, ആരാധന എന്താണെന്ന് അറിയാത്തവനാണ്, വചനം എന്താണെന്ന് അറിയാത്തവനാണ്.
പഠിച്ചിട്ടില്ലാത്തവരാ. ആദ്യം സമൂഹം മുദ്രപ്പെട്ട മനുഷ്യനാണ്. അപ്പൊ ഈ മനുഷ്യനാണ് ഇവനെ താങ്ങിയെടുത്ത് വേണ്ടുന്ന സഹായങ്ങളൊക്കെ ചെയ്ത് അവനെ വഴികളൊക്കെ ഉണ്ടാക്കി അവനെ പരിചരിക്കുകയൊക്കെ ചെയ്തു. അവന് ഒരു വെളിച്ചം, ആരും കാണാത്തൊരു വെളിച്ചം, ആരും തിരിച്ചറിയാത്തൊരു വെളിച്ചം ഈ ശരീരക്കാരുടെ. ആ വെളിച്ചം ആ മനുഷ്യൻ വീട് കിടന്നവന്റെ ഇടയ്ക്കിലേക്ക് പകർന്നു. ക്രിസ്തുമസ് എന്ന് പറയുന്നു. ക്രിസ്തുമസ് ഇന്ന് എനിക്ക് നൽകുന്ന സന്ദേശം ഇത്രയും ഉള്ളൂ. വെളിച്ചം പകർന്നു കൊടുക്കുന്ന ദീപങ്ങളായി തീരുക, വീട് കിടക്കുന്നവരെ താങ്ങിയെടുക്കുക, ധനസഹായമില്ലാതെ വേദനിക്കുന്നവരെ ഒരു നേരത്തെ ഭക്ഷണം വിളക്കി കൊടുക്കുക, ആശ്വാസത്തിന് പറ്റുക, വേണ്ടുന്ന കാര്യാദികളിൽ ഭാഗമായി തീരുക എന്നതിന് ഒരു വിളക്കായി തീരുക, ഒരു ദീപമായി തീരുക. നമ്മുടെ ഭവനങ്ങളിൽ ഓരോ നക്ഷത്ര ദീപങ്ങൾ തെളിയിക്കുമ്പോഴും ആ നക്ഷത്ര ദീപം മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത് ക്രിസ്തു ഈ വീട്ടിൽ ജനിച്ചു എന്നാണ്. ഏതോ അവരുടെ ഭവനത്തിലൊക്കെ ചേർന്ന വിദ്വാൻമാർ നക്ഷത്രത്തെ കണ്ട് വീണ്ടും അത്യന്തം സന്തോഷിച്ച് ആ നക്ഷത്രത്തെ പിൻപറ്റി അവർ ബെത്ലഹേമിലെത്തി ശിശുവിനെ കണ്ടു, കാഴ്ച കൊടുത്തു, മടങ്ങിപ്പോയി. അവരുടെ നക്ഷത്രമാണ്. ആ നക്ഷത്രം എവിടെയാണ് ചെന്നുള്ളത്? അവരുടെ ക്രിസ്തുവിനെ കണ്ടു. അപ്പൊ ഇന്ന് അവരുടെ കാര്യങ്ങൾ കാണുന്ന നക്ഷത്രം കണ്ടിട്ടുണ്ട്. ക്രിസ്തുവുണ്ടോ? ഞാൻ ജീവിക്കുന്ന ഭവനത്തിൽ, ഞാൻ നക്ഷത്രത്തിന്റെ ഭവനത്തിൽ ക്രിസ്തുവുണ്ടോ? ഇല്ല എന്ന് നമുക്ക് പറയാൻ കഴിയത്തില്ല. മറ്റുള്ളവർ നോക്കുമ്പോൾ നക്ഷത്രമുണ്ട്, പക്ഷെ ക്രിസ്തുവില്ല. നക്ഷത്രം ചെന്നതിനേക്ക് വിദ്വാൻമാരുടെ യേശുവിനെ കാണുവാനായിട്ട് കഴിയും. എന്റെ ഭവനത്തിൽ നിന്റെ ഭവനത്തിൽ നക്ഷത്രമെന്ന് തോന്നുമ്പോൾ അവരെ യേശുവിനെ കാണിച്ചു കൊടുക്കുവാനായിട്ട്, യേശുവിനെ പ്രകടനം കൊടുക്കുവാനായിട്ട് നമുക്ക് കഴിയണം. അതാണ് ക്രിസ്മസ്. വെളിച്ചം പകർന്നു കൊടുക്കുക, വെളിച്ചമായി തീരുക, വെളിച്ചത്തിലേക്ക് മറ്റുള്ളവരെ ഒന്ന് കരം പിടിച്ച് നടത്തുന്നു എന്നതാണ്. ഈ ക്രിസ്തുമസിന്റെ അതിവിശുദ്ധി അറിയപ്പെട്ട ഈ രാത്രിയിൽ നമുക്ക് ഈ ആദ്യമായിട്ട് പോകുമ്പോൾ നമ്മുടെ വെളിച്ചമായിട്ടില്ല. നമ്മുടെ പ്രവൃത്തി കൊണ്ട്, നമ്മുടെ ജീവിതം കൊണ്ട്, നമ്മുടെ സ്വഭാവം കൊണ്ട്, നമ്മുടെ ചിന്തകൾ കൊണ്ട്, നമ്മുടെ വാക്കുകൾ കൊണ്ട് നമുക്കൊരു നക്ഷത്രമായിട്ടില്ല. വെളിച്ചം പകർന്നു കൊടുക്കുന്ന, ക്രിസ്തുവിലേക്ക് നയിക്കുന്ന ഒരു നക്ഷത്ര ദൈവമായിട്ട് നമുക്കൊന്ന് തീരാം. യഥാർത്ഥമായി ക്രിസ്തുവിലേക്ക് നയിച്ച ആ നക്ഷത്രം ആരാണ്? നിങ്ങൾ ആകട്ടെ. എന്നെ പിന്നാലെ വരുന്ന ഓരോ വിദ്വാൻമാരെ എന്നെ ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുന്ന ഒരു നക്ഷത്രമായിട്ട് ഈ ക്രിസ്തുമസ് നാളുകളിൽ, ഇങ്ങനെയുള്ള നാളുകളിൽ നമുക്ക് ആയിത്തീരുക, വെളിച്ചമായി തീരുക. വിശുദ്ധിയോടുകൂടെ സന്തോഷത്തിന്റെ, സ്നേഹത്തിന്റെ, സമാധാനത്തിന്റെ അനുഭവങ്ങളോടുകൂടെ നമുക്ക് ആയിരിക്കാം. നഷ്ടപ്പെട്ടു പോയ പരദീസ ക്രിസ്തുവിൽ കൂടെ എനിക്ക് അവർ വാഗ്ദത്തം ചെയ്യുമ്പോൾ ആ പരദീസ സ്വന്തമാക്കുവാനായി ദൈവം പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. അതിനുവേണ്ടി എന്നെ ആ ഒരു പ്രദേശ സ്വന്തമാക്കി തരുവാനായി കർത്താവിന്റെ കൃപ എന്നിലേക്ക് പകർത്തരണം എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ലോകത്തിൽ വെളിച്ചമായി തീരട്ടെ, ഞങ്ങളുടെ കുടുംബത്തിൽ വെളിച്ചമായി തീരട്ടെ, ഞങ്ങളുടെ സാഹിത്യ വെളിച്ചമായി തീരട്ടെ. പലപ്പോഴും അടങ്ങി പോകുന്ന വിളക്കുകളായിട്ടാണ്, തിരികളായിട്ട് മാറുന്നത്. കെട്ടുപോകുന്ന തിരികളെ എടുത്തു മാറ്റി പ്രകാശമുള്ള തിരികളെ ഒന്ന് ശോഭയോടുകൂടെ ചേർത്ത് പിടിക്കുവാനായിട്ട് നമുക്കൊരുക്കാം. അതിന്റെ പരിശുദ്ധ കൃപ നമ്മൾ എത്താകട്ടെ. ദൈവാത്മാവിന്റെ ശക്തി എപ്പോഴും നമ്മുടെ ജ്ഞാപകമാകട്ടെ. സമാധാനം നമ്മുടെ ഹൃദയങ്ങളിലൂടെ ക്രിസ്തുയേശുവിൽ കാത്തുവരുമാറാകട്ടെ. സ്തോത്ര ഭാഷ സമർപ്പിക്കും.